ഓം ശാന്തി. സെക്കൻഡിൽ ഈ ദേഹത്തിൻ്റെ ലോകത്തിൻ്റെ സ്മൃതിയിൽ നിന്നും മാറി ഞാൻ ആത്മസ്മൃതിയിൽ സ്ഥിതമാകുന്നു. ഞാൻ സ്വയം തന്നെ ബുദ്ധിരൂപി നേത്രത്തിലൂടെ കാണുകയാണ്. ഭ്രുകുടി മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഞാൻ ഒരു പ്രകാശപുഞ്ചമാണ്. അനന്ത ശക്തിവാൻ ആത്മാവാണ്. ജ്ഞാനസൂര്യ പരമാത്മാവിൻ്റെ സന്താനമായ ഞാൻ ആത്മാ ജ്ഞാനചേതനയാൽ സമ്പന്നമാണ്. ജ്ഞാനത്തിൻ്റെ ദിവ്യത എന്നെ സമ്പന്നമാക്കുന്നു. ഞാനൊരു അലൗകിക ദിവ്യശക്തിയാണ്. സത്യ ഈശ്വരീയ ജ്ഞാനത്തിലൂടെ എനിക്ക് എൻ്റെ സത്യസ്വരൂപത്തിൻ്റെ തിരിച്ചറിവ് ലഭിച്ചിരിക്കുന്നു. സത്യജ്ഞാനത്തിലൂടെ ഞാൻ എൻ്റെ സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈശ്വരീയ ജ്ഞാനരത്നങ്ങൾ എനിക്ക് ശ്രേഷ്ഠ കർമ്മത്തിൻ്റെ തിരിച്ചറിവുണ്ടാക്കി. ഇപ്പോൾ എനിക്ക് ബാപ്പ് സമാനം ജ്ഞാനസൂര്യനായി എൻ്റെ ജ്ഞാനപ്രകാശത്തെ മുഴുവൻ വിശ്വത്തിലേക്കും നൽകണം. മുഴുവൻ വിശ്വത്തിലെ ആത്മാക്കളുടെ മംഗളം ചെയ്യണം. ഇപ്പോൾ ബാപ്പ് സമാനം മാസ്റ്റർ ജ്ഞാനസൂര്യൻ്റെ സ്മൃതിയിൽ ഞാൻ ജ്ഞാനയോഗത്തിൻ്റെ ചിറകിലൂടെ ആത്മീയ ലോകത്തിലേക്ക് പറന്നുയരുകയാണ്. ചൈതന്യ നക്ഷത്രങ്ങളുടെ ലോകത്തിലേക്ക്, പരമധാമത്തിലേക്ക് ഞാൻ എത്തുന്നു. എൻ്റെ സന്മുഖത്തിൽ തേജോമയ ശിവബാബ. ഞാൻ ബാബയുടെ ദിവ്യ അലൗകിക രൂപത്തെ കാണുകയാണ്. ജ്ഞാനസൂര്യ ബാബയുടെ അസംഖ്യ കിരണങ്ങൾ മുഴുവൻ പരമധാമത്തിലും നിറഞ്ഞിരിക്കുന്നു. ഈ ശക്തിശാലി കിരണങ്ങൾ ഞാൻ ആത്മാവിലേക്ക് സമാഹരിക്കപ്പെടുന്നു. ജ്ഞാനസൂര്യ ബാബയുടെ ദിവ്യ കിരണങ്ങൾക്ക് കീഴെ ഞാൻ എന്നെ അനുഭവം ചെയ്യുന്നു. പരമാത്മാ ദിവ്യ ജ്ഞാനകിരണങ്ങൾ എന്നിൽ സമാവേശമാകുന്നു. ഞാൻ സ്വയം തന്നിൽ ധാരണ ചെയ്യുന്നു. അവിനാശി ജ്ഞാനരത്നങ്ങൾ ധാരണ ചെയ്ത്
യാചകനിൽ നിന്നും സമ്പന്നനായി മാറണം. ഞാൻ ആത്മാ രൂപബസന്താകുന്നു. ഞാൻ സദോ പ്രധാനമായിരുന്നു. ബാബയിൽ നിന്നും ശക്തിയുടെ സമ്പത്തെടുത്തിരുന്നു. ഇപ്പോൾ വീണ്ടും എടുക്കുകയാണ്. ഈ ശുഭഭാവനയോടെ പുരുഷാർത്ഥം ചെയ്ത് ഞാൻ സദോ പ്രധാനമായി മാറുന്നു. സേവനത്തിലൂടെ ശക്തിയെടുക്കുന്നു. ഓർമ്മയുടെ യാത്രയിൽ മുമ്പോട്ടു പോകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല രീതിയിൽ പഠിക്കുന്നു, ധാരണ ചെയ്യുന്നു, ധാരണ ചെയ്യിക്കുന്നതിന് പരിശ്രമിക്കുന്നു. അമരനാഥനായ ബാബ വന്ന് ആത്മാക്കളെ അമരനാക്കുന്നു. എനിക്കറിയാം, ഇതെന്റെ അന്തിമ ജന്മത്തിലെ പഴയ ശരീരമാണ്. 84 ജന്മങ്ങൾ പൂർത്തിയാക്കി. ഞാൻ ആദ്യം സത്യയുഗത്തിൽ വരാനായി പുരുഷാർത്ഥം ചെയ്യുകയാണ്. ബാബ എനിക്ക് ശക്തി നൽകി ശക്തിവാനാക്കി മാറ്റുന്നു. അതിനായി ഞാൻ പവിത്രമായി മാറുന്നു. പിന്നീട് ഓർമ്മയിലിരിക്കുന്നു. ബാബയിൽ നിന്നും ശക്തിയുടെ സമ്പത്തെടുക്കുന്നു. പുണ്യാത്മാവായി മാറുമ്പോൾ ശക്തി ലഭിക്കും. ഞാൻ ആദ്യം സദോ പ്രധാനമായിരുന്നു. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി സദോ പ്രധാനമായി മാറുന്നു. ഞാൻ അച്ഛൻ്റെ ഓർമ്മയിലൂടെ സദോ പ്രധാനമാകുന്നു. സേവനം ചെയ്യുകയാണെങ്കിൽ ശക്തി ലഭിക്കുന്നു. ഞാൻ പുരുഷാർത്ഥത്തിലൂടെ 21 ജന്മങ്ങളിലേക്ക് പ്രാരബ്ധം നേടുന്നു. വളരെ നന്നായി യോഗം ചെയ്യുന്നു. ശക്തി ലഭിക്കുന്നത് ബാബയുടെ ഓർമ്മയിലൂടെയാണ്. എല്ലാവരും നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് ഭാരതത്തെ സ്വർഗമാക്കുന്നതിന് ശരീരം, മനസ്സ്, ധനം എന്നിവ ഉപയോഗിച്ച് സേവ ചെയ്യുന്നു. നമ്മൾ ബ്രാഹ്മണർ ആത്മീയ സേവാധാരികളാണ്. എല്ലാവരുടെയും ആത്മാവിനെ ഉണർത്തുന്നു. ഞാൻ ആത്മാവാണെന്ന് മറക്കുമ്പോൾ ദേഹാഭിമാനമുണ്ടാകുന്നു. ബാബ മനസ്സിലാക്കി തരികയാണ്, നിങ്ങൾ യുദ്ധഭൂമിയിലാണ്, ആത്മാഭിമാനിയായി മാറൂ എന്ന്. എനിക്ക് ജ്ഞാനത്തിൻ്റെ 3-ാം നേത്രം കിട്ടിയിരിക്കുന്നു. സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യം അറിയാം. 84 ജന്മങ്ങളുടെ ചക്രം ബുദ്ധിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും പതിമാരുടെ പതിയായ അച്ഛന്മാരുടെയും അച്ഛനായ ബാബയെ ഓർമ്മിക്കുന്നു. ഈ അന്തിമ ജന്മത്തിൽ ഞാൻ പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യുന്നു. ധനത്തെ സഫലമാക്കി മംഗളം ചെയ്യുന്നു. ശ്രീമതത്തിലൂടെ ഉയർന്ന പദവി നേടുന്നു. ഞാൻ ആത്മീയ സേവാധാരിയായി ആത്മാക്കളെ ഉണർത്താനുള്ള സേവ ചെയ്യുന്നു.
സ്വദർശന ചക്രധാരിയായി 84 ജന്മങ്ങളുടെ ചക്രത്തെ ബുദ്ധിയിൽ കറക്കുന്നു. ഒരു പാപയെ മാത്രം ഓർമ്മിക്കുന്നു. മടുപ്പ് തോന്നി ഒരിക്കലും പഠിപ്പുപേക്ഷിക്കില്ല. കൂട്ടായ്മയിലിരുന്നു കൊണ്ട് ലക്ഷ്യത്തെയും ലക്ഷണത്തെയും സമാനമാക്കി മാറ്റുന്ന സദാ ശക്തിശാലി ആത്മാവായി ഭവിക്കൂ. ഇതാണ് ബാബ തന്നിരിക്കുന്ന വരദാനം. ഞാൻ വിശേഷ ശ്രദ്ധ വയ്ക്കുന്നു. എനിക്ക് സ്വയത്തെ സമ്പന്നമാക്കി മാതൃകയാക്കണം. ലക്ഷ്യത്തെയും ലക്ഷണത്തെയും ഒരുമിച്ച് കൊണ്ടുപോകൂ എങ്കിൽ ശക്തിശാലിയായി മാറുന്നു. ലാസ്റ്റിൽ ഫാസ്റ്റായി പോകണമെങ്കിൽ സാധാരണവും വ്യർത്ഥവുമായ സങ്കല്പങ്ങളിൽ സമയം നഷ്ടപ്പെടുത്തരുത്. ഞാൻ ബാബയുടെ നിസ്വാർത്ഥ സ്നേഹത്തിൽ ലൗലീനമായിരിക്കുന്നു. ഓം ശാന്തി.